ശരി അസോസിൻ്റെ മുറി ചെന്നിട്ട് ചേട്ടൻ പൊയ്ക്കോ, അവിടം വരെ ചെന്നിട്ട് പോ. ശരി, നമ്മൾ ചെന്നു. അങ്ങനെ ബ്ലസ്സിയുടെ റൂമിലെത്തി. ബ്ലസ്സി അപ്പോൾ കുളിച്ച് റെഡി ആയിട്ടിരിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞ് ബ്ലസ്സി പറഞ്ഞു, ചേട്ടാ കഥാപാത്രം എന്ന് പറയുന്നൊരു ഇന്ന തരത്തിൽ കൂടെ ഉള്ളതാണ്, ഒരു പ്രത്യേകതയാണ് അതിന്, എൻ്റെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, ബ്ലസ്സി എൻ്റെ കയ്യിൽ ആ സീൻ കൊണ്ടുവന്ന് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഞാൻ നാടകക്കാരനാണ്. ഈ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കഥാപാത്രത്തെ പറ്റി ഒരു സങ്കല്പം, ഒരു രൂപം, എനിക്കെന്ന് ഞാൻ തന്നെ കളിക്കുന്നത് അത് കിട്ടിയിട്ടുണ്ട്. ഞാനതൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. അത് ശരിയാണെങ്കിൽ നിങ്ങൾ ഓക്കെ വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ഗുഡ് ബൈ പറഞ്ഞിട്ട് അങ്ങ് വിടുക. ഇത് രണ്ട് ഞാൻ കാണാതെ ചേട്ടാ അത് ഞാൻ പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം വായിച്ചേ ഉള്ളൂ. 2 പ്രാവശ്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയത് വെച്ചിട്ട് കഥാപാത്രം എല്ലാ ഡയലോഗും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് തെറ്റിപ്പോകുന്നത് അല്ലെങ്കിൽ വിട്ടുപോകുന്നത് ഞാൻ ഉണ്ടാക്കി അങ്ങ് പറഞ്ഞു ചേർത്തോളാം. അങ്ങനെ അന്ന് ചേട്ടൻ ഒന്ന് പറയും. ഞാനത് പറഞ്ഞു കേൾപ്പിച്ചു. ബ്ലസ് പറഞ്ഞ് ഒരല്പമയം വരുത്തിക്കഴിഞ്ഞാൽ കറക്റ്റാണ് ചേട്ടൻ പറയുന്നത്. അങ്ങനെ പറയാം, ചില മയം വരുത്തിയപ്പോഴേ ഒന്നുകൂടെ പറഞ്ഞു കേൾപ്പിച്ചു. കറക്റ്റ് ചേട്ടൻ പറഞ്ഞത് എത്രയും കറക്റ്റാണ്. അത് നമുക്ക് ലോഹി സാറിനെ ഒന്ന് പോയി കാണാം. അവിടെ നിന്ന് റെഡിയായിട്ട് ലോഹിയുടെ മുറി ചെന്ന് അവിടെ ചെന്ന് പുള്ളി വരാന്തല്ലിൽ ഇരിക്കാതെ പുള്ളിയുടെ ഇടയ്ക്ക് പോയി ബ്ലസ് എന്തൊക്കെ സംസാരിച്ച് എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അതിന് ഞാൻ കുളിച്ചിട്ട് വരാം ചേട്ടാ എന്ന് പറഞ്ഞ് കുളിച്ചിട്ട് വന്നവനോട് പറഞ്ഞ് ഈ ക്യാരക്ടർ മോഹൻലാൽ ചെയ്താൽ മോഹൻലാലായിരിക്കും, മമ്മൂട്ടി ചെയ്താൽ മമ്മൂട്ടിയായിരിക്കും, ഇതൊന്നുമല്ല ഒരു പ്രത്യേക. ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ ഡയലോഗ് ബ്ലസ്സിയെ ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചു. ഞാനതൊന്ന് പറഞ്ഞു കേൾപ്പിച്ചിട്ട് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെടുക്കുക, അല്ലെങ്കിൽ വേണ്ടെന്ന് നോക്കി. എനിക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ ഒരു പേടിയും തോന്നുന്നില്ല ചലഞ്ചായിട്ട് പറഞ്ഞു എന്ന് പറയാം. ഞാനൊരു ചലഞ്ചായിട്ടല്ല പറയുന്നത്, ഞാനിത് ആത്മാർത്ഥമായിട്ട് പറയണത്. ശരി, ഞാൻ പറഞ്ഞു തെറ്റും, ഡയലോഗ് എല്ലാം നിങ്ങൾ ഇത് പൂർണ്ണമായിട്ട് ഞാൻ കാണാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ആ ക്യാരക്ടർ പറഞ്ഞ് ഇന്നതാണെന്നുള്ള ഏറെ ഒരു ധാരണ ഉണ്ട്. തെറ്റിപ്പോണമൊക്കെ ഞാനങ്ങ് കൂട്ടിച്ചേർത്ത് അതൊന്നും കുഴപ്പമില്ല ചേട്ടൻ എന്ന് പറയും. ഞാൻ പറഞ്ഞ പുള്ളി ആ ആ ആ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കറക്റ്റാണ് ഞാൻ പറയുന്നത് എന്നുള്ളത്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ക്യാരക്ടറാണ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞത്. ഇത് ഞാൻ പലരോടും പറഞ്ഞിട്ട് മനസ്സിലാവുന്ന പോലുമില്ല അവർക്ക്. പ്ലസ് നമുക്ക് രാവിലെ ഷോട്ട് എടുക്കാം എന്ന് പറയും. പിന്നെ കുറേ മാനറിസം വേണം ചേട്ടാ. ഞാൻ പറഞ്ഞ മാനറിസം അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ഈ കൈ ഇങ്ങനെ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു മാനറിസമാണ് അത് ചേട്ടന് ഇഷ്ടം പോലെ യുക്തം പോലെ ചെയ്യാം. നമുക്ക് രാവിലെ ഷോട്ട് എടുക്കാം, ചേട്ടൻ ഒരു 6 മണിയാകുമ്പോൾ റെഡി ആയിക്കും. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആയിരുന്നു, പുള്ളി ഹാപ്പി ആയിരുന്നു. പിന്നെ ഷോട്ട് എടുത്തുകൊണ്ടിരുന്നു. ഈ കഥാപാത്രം വേറെ എന്താണ്, എന്തുമാത്രം ഇതിന് വലുപ്പം ഉണ്ടെന്നുള്ളത്, ചെറുതാണെന്നുള്ളതൊന്നും ഞാൻ നോക്കിയിട്ടുമില്ല. പടം വന്ന് കണ്ടപ്പോഴാണ് അറിയുന്നത് ഇത് വലിയൊരു ക്യാരക്ടറായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് തന്നെ. അത് ആ സിനിമയിലെ ഡയലോഗ്സുകൾ ഇപ്പോഴും ഏതെങ്കിലും ഉള്ളിലുണ്ടോ? ഇല്ല, ഒന്നും ഓർമ്മയില്ല. യഥാർത്ഥത്തിൽ ഞാൻ ആ സിനിമ മുഴുവൻ കണ്ടിട്ടില്ല. ആണ് സത്യം പറയട്ടെ, എല്ലാവരും അത് നല്ല കഥാപാത്രമാണെന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ടെന്നും വലിയ കഥാപാത്രമാണ് നന്നായിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്തത് ബോറാണ്. ആ സിനിമയിൽ എനിക്ക് ആ കഥാപാത്രം കാണുന്നതിൻ്റെ പേടിയപ്പോൾ കുറച്ചുകൂടെ നന്നാക്കാൻ ഞാൻ ഡബ് ചെയ്തപ്പോൾ കണ്ടതല്ലാതെ പിന്നീട് കണ്ടിട്ടില്ല. കുറച്ചുകൂടെ അത് മെച്ചമായിട്ട് ചെയ്യാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ധാരണ. സിനിമയ്ക്ക് ശേഷം ലോഹിതദാസിന് ഇഷ്ടപ്പെട്ടിരുന്നു ആ കഥാപാത്രം? സിനിമയ്ക്ക് ശേഷം ഷൂട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കണം. ഞാൻ അതിനുശേഷം പുള്ളിയെ കോൺടാക്ട് ചെയ്തേയില്ല. ഈ ഡബ് ചെയ്യാൻ നേരത്ത് ഞാൻ അദ്ദേഹത്തെ അടുത്ത് നിർത്തിയാണ് ഡബ് ചെയ്തത്. കാരണം അതിനകത്ത് ഒരു പുള്ളിക്കോ പോലും വ്യത്യാസം വരരുത്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിട്ട് കറക്റ്റാണ് പുള്ളിയെ നോക്കിയിട്ട് ചേട്ടാ അത് എൻ്റെ സ്വൽപ്പടെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ പറഞ്ഞ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നീട് ഞാൻ കാണുന്നത് ഈ റിലീസ് ചെയ്തതിന് കണ്ടില്ല. റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ ലോഹിയെ വിളിച്ചു. അപ്പോൾ റിലീസിങ് കഴിഞ്ഞ് രാത്രി ഒരു 10-11 മണിയായപ്പോൾ എന്നെ കുറേ പേര് വിളിച്ചു. ചേട്ടാ ഗംഭീരമായിരിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ ധാരണ തകർന്നു. ഫിലിം പോയി. എന്നെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എൻ്റെ ധാരണ ഇരുന്നത്. എന്നെ പലരും വിളിച്ച് പറഞ്ഞു ചേട്ടാ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു, ജോക്കർ നന്നായിട്ടുണ്ട് കേട്ടോ, ചേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആകാൻ വഴിയില്ലല്ലോ. യഥാർത്ഥത്തിൽ ഞാൻ ചെയ്ത ബോറാണെന്നാണ് എൻ്റെ ധാരണ ഇരുന്നത് മുഴുവൻ. ഞാൻ ലോഹിയെ വിളിച്ചിട്ട് ഇങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞു ചേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തു, നന്നായിട്ടുണ്ട് ചേട്ടാ കഥാപാത്രം. അങ്ങേര് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത്. ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ദിലീപൻ എന്ന് പറയുന്നത് അല്ലേ? ഒത്തിരി സിനിമകൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ കണ്ടു.
മലയാളത്തിൻ്റെ സിനിമയിലെ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ദിലീപിനെ. അന്ന് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എത്രമാത്രം സഹായിച്ചു? ദിലീപ് എന്നെ സഹായിച്ചെന്ന് പറയാൻ ഒക്കില്ല, വളരെ കോഓപ്പറേറ്റീവ് ആയിരുന്നു. സഹകരണമായിരുന്നു. ഒരു ദിലീപ് ഒരു വലിയ നടനാണെന്നോ അങ്ങനെയുള്ള യാതൊന്നും എൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല. പല സിറ്റുവേഷനും പുള്ളി തന്നെ ഉണ്ടാക്കിയ പല സിറ്റുവേഷനും ഉണ്ട്. അത് പുള്ളി ചേട്ടാ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ആ ശരി നമുക്ക് ചെയ്തോളാം എന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കണം. കാരണം ദിലീപിന് ഒരുപാട് കോമഡി സെൻസുള്ള ഒരു പാർട്ടിയാണ് ദിലീപ്. ഞാനും അതിനോട് സഹകരിച്ചിട്ടുണ്ട്. അങ്ങേരെ ഉണ്ടാക്കിയ പല സിറ്റുവേഷൻസും ഉണ്ട്. ആ ട്രെയിൻ കളി ഇതന്നെ ട്രെയിൻ കളിയാണോന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്, അതൊക്കെ പുള്ളി ഉണ്ടാക്കി പറഞ്ഞേക്കുന്നതാണ്. അതൊക്കെ ഗംഭീരമായിട്ട് പുള്ളി അത്ര കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ നടനാന്നുള്ളൊരു ഭാവമേ കാണിച്ചിട്ടില്ല എന്നുള്ളത് ഇന്നും കണ്ടാൽ എന്നെ വിളിച്ച് ഓടി വരാറുണ്ട്. ആ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും തന്നെ വളരെ മികച്ചതാണ്. ചെറിയൊരു ഷോട്ട് പോലും ഒരു വേസ്റ്റും അല്ലാതെ അല്ലേ? അത് തന്നെയാണ് ലോഹിതദാസൻ ടച്ച് എന്ന് പറയുന്നത്. ലോഹിതദാസിൻ്റെ മഹത്വം എന്ന് പറയുന്നത്, എന്നെ ഒഴിവാക്കി നിർത്തിയിട്ട് ദിലീപ് അന്നും അറിയപ്പെടുന്ന നടനാണ്. ദിലീപിൻ്റെതായ ഷോട്ടുകൾ കാണിച്ചുകൊണ്ട് തന്നെ പലയിടത്തും വർക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അത് പുള്ളി ചെയ്തിട്ടില്ല. നമ്മളെ തന്നെ ആ ഓരോ സീനിലും വേണ്ടിടത്തെല്ലാം പുള്ളി ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. ചില ക്ലോസുകളൊക്കെ നമ്മുടെ അവോയ്ഡ് ചെയ്തിട്ട് ദിലീപിൻ്റെ ക്ലോസ് ഇട്ടാലും ഒരു പ്രശ്നം ഉണ്ടായത്, എൻ്റെ ഡയലോഗ് ഓവർലാപ്പ് ചെയ്താലും മതി, കുഴപ്പമില്ലാത്തടത്ത് അങ്ങനെ പലരും ചെയ്യാറുണ്ട്. നമ്മൾ പുതിയ ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് കൊണ്ട് പുള്ളി അങ്ങ് ഒഴിവാക്കിയിട്ട് ആ ക്യാമറ നേരെ കൊണ്ടുപോയി പ്രധാന മുഖത്തേക്ക് കൊണ്ട് വയ്ക്കാറുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കളികളൊക്കെയാണ്. അതൊന്നും ചെയ്തിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണത്. ആ കഥാപാത്രം എങ്ങനെ വേണം, അതിനുവേണ്ടി എന്ത് ചെയ്യാനും പുള്ളി ഒരുക്കമുള്ളവനാണ്. ഒരു ആളെ പരിചയപ്പെട്ട ഒരു വേഷത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അവർ എനിക്കൊരു ഫോട്ടോ തന്നേക്കും കേട്ടോ, എന്നിട്ട് പിന്നെ ഞാൻ വിളിക്കാം. അയാളത് ഓർത്തിരിക്കും. അങ്ങനെ ഓർത്തിരുന്നിട്ട് ആ രൂപവും ഭാവമുള്ള കഥാപാത്രം പുള്ളി എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കും. ഒരു എഴുത്തുകാരൻ്റെ ആക്ടിവിറ്റി അതാണ്. അതിനുവേണ്ടി തന്നെ ഒരു കഥാപാത്രത്തെ കണ്ടെത്താൻ അങ്ങേര് ശ്രമിക്കും. അങ്ങേരുടെ മനസ്സിലുള്ള ആ രൂപം, ആ ഭാവം, ആ ചലനം, ആ അഭിനയം, ഇതെല്ലാം ഉള്ള ആ പാർട്ടിയെ കണ്ടുപിടിക്കാൻ അങ്ങേര് ശ്രമിക്കാറുണ്ട്. ആ കഥാപാത്രമായിരിക്കണം നിർബന്ധം. ചെറുതാണേലും ശരി, വലുതാണെങ്കിലും ശരി. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ഇല്ല. പിന്നീട് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടില്ല. അങ്ങേരെന്നെ വിളിച്ചിട്ടുമില്ല. അന്ന് ജോക്കർ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ജോക്കറിൽ മികച്ച ഒരു കഥാപാത്രം എൻ്റെ മനസ്സിൽ വരുമ്പോൾ ഞാൻ ചേട്ടനെ വിളിക്കും. പിന്നെ ഇടയ്ക്ക് വന്നാൽ ചേട്ടന് ഞാൻ വേഷം തരും. കാരണം ചേട്ടൻ എല്ലാ ടൈപ്പ് വേഷങ്ങളും ചെയ്യുമെന്ന് എനിക്ക് ബോധ്യമായി. വന്നാൽ വേഷം തരും. അത് ചെയ്യണോ വേണ്ടായോ എന്ന് ചേട്ടൻ തീരുമാനിച്ചുള്ളൂ. സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ എല്ലാ സിനിമയിലും തന്നെ അഭിനയിക്കാമായിരുന്നു. പക്ഷേ ഞാൻ പറയില്ല, അങ്ങ് എന്നെ വിളിക്കുന്ന സമയത്തേ ഞാൻ വരുന്നുള്ളൂ. അന്ന് മതി എനിക്ക്. അന്നായിരിക്കും നമുക്ക് ആപ്റ്റുള്ള നല്ലൊരു സംഭവം. അല്ലെങ്കിൽ ചെറുതും വലിയുള്ള ഞാൻ അങ്ങനെ അപ്രോച്ച് ചെയ്ത് എനിക്കൊരു വേഷം വേണമെന്ന് പറയുമോ, വേഷം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തരുമായിരിക്കും. തീർച്ചയായിട്ടും തരും. അതെൻ്റെ വിശ്വാസം. ഇന്നിപ്പോൾ ഏത് സിനിമാക്കാരോട് പറഞ്ഞാലും എനിക്കൊരു വേഷം വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കൊരു വേഷം തരും. പക്ഷെ ഞാനത് എന്നെ വേണ്ട വേഷത്തിന് എന്നെ വിളിക്കും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ.